ജൂലൈ 20 വരുമ്പോൾ 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞു. കാരണം കേരള ജനതയ്ക്ക് 26ാമത് വാർഷികം. ആഗസ്റ്റ് 14 വെച്ചത് ആ ഡേറ്റ് നമുക്ക് ഇതായിരുന്നു. രാമചേട്ടൻ മരിച്ചതിന് ശേഷം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അനുസ്മരണം നടത്തിക്കൊണ്ടിരുന്നത് ജൂലൈ 20 കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നമ്മൾ ആഗസ്റ്റ് 14 മാറ്റം തോന്നുന്നു. ഇത്തവണ ഇത്രയും ഒന്നും കൂടി റെഗുലറായിട്ടൊക്കെ നടത്തണമെന്ന് വിചാരിച്ചിരുന്നാണ്. ദുരന്തം നമ്മുടെ സഹോദരങ്ങൾ ഇത്രയും പേര് മരിച്ച്, അതായത് അപ്രതീക്ഷിതമായുള്ള ആ ഒരു വിയോഗത്തിൽ നമ്മൾ അനുശോചനം ഏർപ്പെടുത്തുന്നതോടൊപ്പം രാമകൃഷ്ണന്റെ അനുശോചനം. സ്നേഹമുള്ള പ്രസിഡന്റ്, സ്നേഹമുള്ള സെക്രട്ടറി രാജൻ, സ്നേഹമുള്ള തൊഴിലാളി സഹോദരന്മാർ, നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മൾ എല്ലാ വർഷവും നന്നായിട്ടാണ് നമ്മൾ ഈ അനുസ്മരണം നടത്തുക. ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം, വയനാടിലുള്ള ദുരന്തം കൊണ്ട് എത്ര പേരുടെ ജീവനാണ് ഇപ്പോഴും അത് കണക്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല സർക്കാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യദേശങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്ന റിസോർട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പലരുടെയും കണക്കുകളില്ല. ഇവർ അവിടെ ഉള്ള ആളുകളുടെ നിലവിലുള്ള കണക്ക് വെച്ചിട്ടാണ് 138 പേര്, അത്ര പേര്, ഇത്ര പേരെന്നൊക്കെ പറയുന്നത്. എത്രമാത്രം ജീവനാണ് പൊലിഞ്ഞെന്ന് ഒരു പിടിയുമില്ല. ഇപ്പോഴും അവശിഷ്ടങ്ങൾ മുങ്ങിപ്പോകുന്നവരുടെ ഇടയ്ക്ക് വരികയാണ്. അവശിഷ്ടങ്ങൾ അലിഞ്ഞു പോയ കൈകൾ വരികയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭവിഷ്യത്തുകൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടു. അതൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുരുക്കി പ്രാവശ്യം നടത്താം എന്നാലോചിച്ചു. എന്തായിരുന്നാലും ചുരുക്കി തന്നെ നടത്തുകയാണ്. ഒരിക്കലും ഇത് നിന്നുപോകാൻ പാടില്ല. ഒരു കാരണവശാലും ഈ വിജയ് വക്കീലിൻ്റെയും CV രാമകൃഷ്ണൻ ചേട്ടൻ്റെയും ഓർമ്മ നമ്മൾ അനുസ്മരിക്കണം. കാരണം ഈ പ്രസ്ഥാനം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ അവർ മാത്രം ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കൂട്ടിച്ചേർന്നതാണ്. വിജയ് വക്കീലൊക്കെ പറഞ്ഞത് കൂട്ടിച്ചേർന്ന ആളുകൾ. അപ്പോൾ തൊഴിലാളി വർഗത്തെ ഒന്നിച്ച് കൊണ്ടുപോകുവാൻ അന്നൊക്കെ അങ്ങനെയായിരുന്നു അവസ്ഥ. നമ്മൾക്ക് പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയാൽ, നമ്മുടെ ഓർമ്മശക്തി നശിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു പോയാൽ അറിയാൻ പറ്റും നമ്മൾ ആ കാലഘട്ടത്തിലുള്ള ജീവിതത്തെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് തെങ്ങിൻ്റെ മുകളിൽ 3 നേരം കയറി ചെത്തി ഇറക്കി ഓടുവയ്ക്കലും പുറവയ്ക്കലും കൊടുത്ത് വിറ്റ് ജീവിച്ചിരുന്ന ഒരാളുകളാണ്. നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം അധ്വാനമായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ കുറഞ്ഞു. എന്തായിക്കഴിഞ്ഞാലും ഈ തൊഴിലൊക്കെ നമ്മുടെ പരമ്പരാഗത തൊഴിലുകളൊക്കെ നശിച്ചു പോകും. എങ്കിൽ പോലും അത് ഉള്ളത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മളാലാകാവുന്ന കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കഴിയുമ്പോൾ ഈ ഒരു TV-യിലൊക്കെ കാണിക്കുന്ന പോലെ 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതമൊന്നും ഇങ്ങനെയായിരിക്കില്ല. നമ്മളുണ്ടാവില്ല. ഒന്ന് നമ്മുടെ പിന്തലമുറക്കാരുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒക്കെ ഇല്ലാതെ പറഞ്ഞാൽ ഈ മെഷീൻ സംവിധാനത്തിലേക്ക്, മെക്കനൈസത്തിലേക്ക് പോകും. അതുകൊണ്ട് എങ്കിൽ പോലും ഈ ഓർമ്മ പുതുക്കൽ മറന്നു പോകാൻ പാടില്ല. കാരണം ഇതെന്നും ഓർമ്മയിൽ നിലനിൽക്കണം. അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ കഴിയണം. നമ്മുടെ വരും തലമുറയ്ക്ക് KR വിജയൻ ആരായിരുന്നു, പിന്നെ CV രാമകൃഷ്ണൻ ആരായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റു വശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വയനാടിൽ ദുരന്തത്തിൽ ജീവൻ അപഹരിക്കപ്പെട്ട അവർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത വിജയ് വക്കീലിൻ്റെയും രാമകൃഷ്ണൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമ്മളുടെ എന്നും ഓർമ്മകളിൽ അവരുണ്ടായിരിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. പൊതുജന സേവനം, സഹവർത്തിത്വം, അതുപോലെ തന്നെ സാമൂഹിക സ്നേഹമൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഈ ആത്മാവിനും നിത്യശാന്തിയും നിർത്തുന്നു.